അപ്പോൾ ഹരിയാന, മഹാരാഷ്ട്ര, ഇപ്പോൾ ഡൽഹി, ഇന്ത്യയിൽ BJPക്കെതിരായിട്ട് വിശാലമായ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമുണ്ടാക്കാൻ ബാധ്യതപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ നേതാവായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ ഇന്ത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകൾക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ദ്രപ്രസ്ഥത്തിൽ സ്വതന്ത്രമായ വിഹാരം നടത്താനുള്ള അവസരമാണ് കോൺഗ്രസ് പാർട്ടി ഒരുക്കി കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിയുടെ ക്യാമ്പയിനുകൾ എല്ലാം തന്നെ ആപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. BJPയേക്കാൾ അവർ ഡൽഹിയിൽ വെറുത്തത്, എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചത് ആപ്പിനെയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആപ്പെന്ന് അവർ ചിന്തിച്ചില്ല. പല ബുദ്ധിജീവികളും പറയുന്നത് ആപ്പ് അഴിമതിയിൽപ്പെട്ടു. ആരാണ് അഴിമതി കൊണ്ടുവന്നത്? മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ആപ്പ് ഗവൺമെന്റിനും കെജ്രിവാളിനും എതിരായിട്ട് ഒരു കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് ഡൽഹി PCC അധ്യക്ഷനാണ്. അത് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് BJP ആപ്പിനെ തകർക്കാൻ, കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസ് ആപ്പിനെതിരായിട്ട് കെജ്രിവാൾ സർക്കാരിനെതിരായി നടത്തിയ പ്രചരണത്തിന്റെ മുഴുവൻ ഗുണവും കിട്ടിയത്, അതൊക്കെ ഗെയിൻ ചെയ്താരാണ്? BJPയാണ്. BJPയെ എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിന് അധികാരത്തിലപ്പുറത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദു രാഷ്ട്ര അജണ്ടയോട് രാഷ്ട്രീയമായോ പ്രത്യയശാസ്ത്രപരമായോ കൃത്യമായ ഒരു നിലപാടില്ല. അവർ ബാബരി മസ്ജിദ് തൊട്ട് എല്ലാ വിഷയങ്ങളിലും എന്താണ്, ഹിന്ദുത്വത്തിന്റെ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്നവരും ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവർക്ക് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ വിശാലമായ ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ BJPയുടെ B ടീമായിട്ട് കോൺഗ്രസ് അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് BJPക്ക് കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞതിനെക്കുറിച്ചാണ്. അതായത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വിജയത്തെക്കുറിച്ചാണ് ഇവിടെ പരിശോധിക്കുന്നത്. പക്ഷെ മലയാളത്തിലെ ലിബറൽ ബുദ്ധിജീവികളൊക്കെ തന്നെ AAPക്കുണ്ടായ പരാജയത്തെ, കെജ്രിവാളിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കെജ്രിവാളിൻ്റെ തകർച്ചയേക്കാൾ AAPയുടെ പരാജയത്തേക്കാൾ ഭയപ്പെടുത്തുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് BJP ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം 1998 ശ്രീമതി സുഷമ സ്വരാജാണ് BJPയുടെ അവസാനത്തെ മുഖ്യമന്ത്രി. അതിനുശേഷം ദീർഘകാലം കോൺഗ്രസും പിന്നീട് AAPയും ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി. എന്ന് മാത്രമല്ല, 2014 ശേഷം മോഡിയുടെ വലിയ പ്രഭാവകാലമായിരുന്നു. ആ മോഡിയുടെ തിളങ്ങി നിന്ന കാലഘട്ടത്തിൽ മോഡിയെ അകറ്റി നിർത്തിയ, ഡൽഹി സംസ്ഥാന ഭരണത്തിൽ നിന്ന് BJPയെ മാറ്റി നിർത്തിയ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിന്ദുത്വ വിരുദ്ധ പാരമ്പര്യം ഡൽഹിക്കുണ്ട്, ഡൽഹിയുടെ മണ്ണിനുണ്ട്. ആ ഡൽഹിയുടെ മണ്ണിൽ നരേന്ദ്രമോദിക്ക്, BJPക്ക് വീണ്ടും അധികാരം പിടിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പരിശോധന തീർച്ചയായിട്ടും ഇന്ത്യയിലെ BJP ഇതര പ്രതിപക്ഷ കക്ഷികൾ BJPയെ പുറന്തള്ളുന്നതിൽ ആ ഒരൊറ്റ അജണ്ടയിലുണ്ടായ ഇന്ത്യ കൂട്ടായ്മ, ആ ഇന്ത്യ കൂട്ടായ്മ ഉൾപ്പെടെ BJPയെ പുറന്തള്ളുക എന്ന ഒറ്റ അജണ്ടയിൽ മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ വിശാലമായ ഐക്യത്തെ മുൻനിർത്തിയാണ് അതിൻ്റെ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തത്. പക്ഷേ ഡൽഹി നമ്മൾ കണ്ടത് ഇന്ത്യ മുന്നണിയുടെ നേതാവായിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒന്നിപ്പിച്ച് BJPക്കെതിരായിട്ട് അണിനിരത്താൻ ബാധ്യതയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു ഡൽഹിയിൽ. അവർ BJPയേക്കാളേറെ ആപ്പിനെ എങ്ങനെ പരാജയപ്പെടുത്താം, ആം ആദ്മി പാർട്ടിയെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നൊരു രാഷ്ട്രീയ തന്ത്രം പരീക്ഷിച്ചു. അപ്പോൾ BJP ഇതര കക്ഷികളുടെ വോട്ട് ഭിന്നിച്ച് അതിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 30ഓളം വർഷങ്ങൾക്ക് ശേഷം BJPക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. അത് ദേശീയ അധികാരത്തിലിരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തലസ്ഥാന നഗരം അവർക്ക് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു. തലസ്ഥാന നഗരത്തിൽ കൂടി, തലസ്ഥാന സംസ്ഥാനത്തു കൂടി BJPക്ക് അധികാരം കിട്ടുന്നത് വഴി അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ദ്രപ്രസ്ഥത്തിൽ സ്വതന്ത്രമായ വിഹാരം നടത്താനുള്ള അവസരമാണ് കോൺഗ്രസ് പാർട്ടി ഒരുക്കി കൊടുത്തത്.
ഡൽഹിയിലെ BJPയുടെ വിജയത്തെ കോൺഗ്രസിൻ്റെ സമ്മാനമായി തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രതിപക്ഷ വോട്ടുകളുടെ ഭിന്നിപ്പാണ്. സൂക്ഷ്മമായി വോട്ട് ഷെയറൊക്കെ പരിശോധിക്കുമ്പോൾ, വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും. BJPക്ക് അവിടെ ലഭിച്ചത് 45.57% വോട്ടാണ്, 56% വോട്ടാണ്. ആപ്പിന് കിട്ടിയത് 43.57% വോട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത് 6.34% വോട്ടാണ്. BJPയും ആപ്പും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ വ്യത്യാസം കേവലം 2%. 6.34% വോട്ട് കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ വിജയത്തിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിൽ കോൺഗ്രസ് സ്വീകരിച്ച അങ്ങേയറ്റം നിഷേധാത്മകമായ BJP ഇതര പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയെ തുരങ്കം വെക്കുന്ന നിലപാടാണ് BJPക്ക് വീണ്ടും ഡൽഹി പിടിക്കാൻ സഹായിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ ക്യാമ്പയിനുകൾ എല്ലാം തന്നെ ആപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. BJPയേക്കാൾ അവർ ഡൽഹിയിൽ വെറുത്തത്, എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചത് ആപ്പിനെയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആപ്പെന്ന് അവർ ചിന്തിച്ചില്ല. ഡൽഹിയിലെ 70 സീറ്റിലും ആപ്പിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി. 6.34% വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്താണ്, അത്താഴം മുടക്കാൻ നീർക്കോലിക്കും കഴിയും എന്ന് പറഞ്ഞതുപോലെ ഈ 6.34% വോട്ടിൻ്റെ ശോഷണമാണ് ആപ്പിനെ പരാജയത്തിലെത്തിച്ചതും BJPക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞതും. ഡൽഹിയിൽ വാശിയോടുകൂടി 70 സീറ്റിലും മത്സരിച്ചല്ലോ കോൺഗ്രസ്. ആ 70 സീറ്റിൽ 66 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി. 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി 4-ാം സ്ഥാനത്ത് പോയി. ദേശീയ പാർട്ടി എന്ന് പറയുന്ന ദീർഘകാലം ഇന്ത്യ ഭരിച്ച പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും കഥ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 6.34% വോട്ട്. അത് കാണിക്കുന്ന എന്താണ്? കോൺഗ്രസിൻ്റെ ബഹുജന സ്വാധീനം ചോർന്നു പോയിരിക്കുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ആപ്പിന് പരാജയമുണ്ടായെങ്കിലും അവർക്ക് കഴിഞ്ഞ തവണ 66 സീറ്റുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവർക്ക് 22 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ ബഹുജന സ്വാധീനം കാര്യമായി കുറഞ്ഞില്ല എന്നാണ് കാണിക്കുന്നത്. 45.57% വോട്ട് BJPക്ക് കിട്ടുമ്പോൾ, 56% വോട്ട് BJPക്ക് കിട്ടുമ്പോൾ ആപ്പിന് 43.57% വോട്ട് ലഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2% വോട്ടിൻ്റെ വ്യത്യാസമാണ് BJPയും ആപ്പും തമ്മിൽ അവിടെയുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്ന, അതിൽ വിള്ളലുണ്ടാക്കുന്ന മത്സരമാണ് യഥാർത്ഥത്തിൽ 30ഓളം വർഷങ്ങൾക്ക് ശേഷം BJPയെ ഡൽഹിയിൽ അധികാരത്തിലെത്തിച്ചത് എന്ന അപരാധപൂർണമായ കാര്യത്തിന് ഈ രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളോട് ഉത്തരം പറയേണ്ടി വരും. അതവർക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു കുറ്റമായി തന്നെ അവരുടെ മുകളിൽ നിൽക്കും. പല ബുദ്ധിജീവികളും പറയുന്നത് ആപ്പ് അഴിമതിയിൽപ്പെട്ടു. ആരാണ് അഴിമതി കൊണ്ടുവന്നത്? മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ആപ്പ് ഗവൺമെൻറ്റിനും കെജ്രിവാളിനും എതിരായിട്ട് ഒരു കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് ഡൽഹി PCC അധ്യക്ഷനാണ്. അത് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് BJP ആപ്പിനെ തകർക്കാൻ, കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഒരു നയാ പൈസ പോലും മദ്യനയവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ളൊരു കമ്പനിയാണല്ലോ, ആ കമ്പനിയിൽ നിന്ന് മിസ്റ്റർ കെജ്രിവാളിനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഏതെങ്കിലും അംഗത്തിനോ ലഭിച്ചിട്ടില്ല. അത് കണ്ടെത്താൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ച് ജനങ്ങൾക്കിടയിൽ കെജ്രിവാളിൻ്റെയും ആപ്പ് സർക്കാരിൻ്റെയും പ്രതിച്ഛായ തകർക്കുക എന്നതായിരുന്നു അജണ്ട. ആപ്പിനെ അങ്ങനെ അപകീർത്തിപ്പെടുത്തി തകർക്കുന്നതിൽ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ രാഷ്ട്രീയ അവസരമുണ്ടാക്കി കൊടുക്കുന്നതിൽ കയ്യാളായി പ്രവർത്തിച്ചത് ഡൽഹിയിലെ PCC അധ്യക്ഷനാണ്, കോൺഗ്രസ് പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി പോലും ഡൽഹിയിൽ നടത്തിയ പ്രസംഗത്തിൽ, പ്രത്യേകിച്ച്
മനീഷ സിസോദിയുടെയും കെജ്രിവാളിൻ്റെയും ഒക്കെ മണ്ഡലങ്ങളിൽ ചെന്ന് അവർ നടത്തിയ പ്രസംഗങ്ങളിൽ അവർ പ്രധാനമായിട്ടും എന്താണ്, ആപ്പിനെതിരായിട്ടാണ് സംസാരിച്ചത്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളെല്ലാം ബി ജെ പിക്കെതിരായിട്ട് കാര്യമായ വിമർശനങ്ങളോ കാര്യമായ ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പുകളോ ഉയർത്തിയില്ല. മറിച്ച് അവർ പ്രചരണ രംഗത്ത് ആപ്പിനെ ടാർഗറ്റ് ചെയ്തു. കോൺഗ്രസ് ആപ്പിനെതിരായിട്ട് കെജ്രിവാൾ സർക്കാരിനെതിരായി നടത്തിയ പ്രചരണത്തിൻ്റെ മുഴുവൻ ഗുണവും കിട്ടിയത്, അതൊക്കെ ഗെയിൻ ചെയ്താരാണ്? ബി ജെ പി ആണ്. ബി ജെ പിയെ എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പം ചോദിക്കും, അഴിമതി ആരോപണം കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ കുറച്ചു അത്തരൊരു പ്രചരണം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ മധ്യവർഗങ്ങൾക്കിടയിൽ മുമ്പുണ്ടായിരുന്ന ഒരാദർശാത്മകമായ അടുപ്പം, ഒരാരാധന കെജ്രിവാളിനോട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കെജ്രിവാൾ സർക്കാർ നടപ്പാക്കിയ ഒരു വെൽഫെയർ സ്റ്റേറ്റ് നിലപാടിൽ നിന്നുകൊണ്ട്, ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നുള്ള എല്ലാവർക്കും കുടിവെള്ളം, വൈദ്യുതി ഇതൊക്കെ സൗജന്യമായി എത്തിക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയതാണ്. അതിനെയെല്ലാം ഇടിച്ചു നിരത്താൻ കഴിയുന്ന തരത്തിൽ മധ്യവർഗ വിഭാഗങ്ങൾക്കിടയിൽ കെജ്രിവാളിനെതിരായിട്ട് ഒരു അഴിമതിയുടെ ഇമേജ് ഉണ്ടാക്കാൻ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ബി ജെ പിക്കൊപ്പം ചേർന്ന് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾക്കൊപ്പം നിന്ന് ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ നടത്തി. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ ബി ജെ പിക്കെതിരായിട്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടാകേണ്ട ഡൽഹിയിൽ ഒരു മണ്ഡലമാണ് മുസ്തഫാബാദ്. മുസ്തഫാബാദിൽ ബി ജെ പിയുടെ മോഹൻ സിംഗ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്? ഒരു ഭാഗത്ത് കോൺഗ്രസ് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിച്ചു. അതോട് ചേർന്ന് എന്താണ്, ഒവൈസിയുടെ പാർട്ടി അവിടെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളിലും ബി ജെ പി വിരുദ്ധ വോട്ടുകളിലുമുണ്ടായ വിള്ളലിനെ സമർത്ഥമായി ഉപയോഗിച്ചാണ് മുസ്തഫാബാദ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ സിംഗിന് ജയിക്കാൻ കഴിഞ്ഞത്. മുസ്തഫാബാദ് എന്ന് പറയുന്ന ഡൽഹി കലാപകാലത്ത് 53 ആളുകൾ കൊല്ലപ്പെട്ട പ്രദേശമാണ്, വധിക്കപ്പെട്ട പ്രദേശമാണ്. കലാപത്തിൽ നിസ്സഹായമായ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വധിക്കപ്പെട്ട പ്രദേശമാണ്. അവിടെ ബി ജെ പി സർക്കാരിനെതിരായിട്ട്, ബി ജെ പിക്കെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിഷേധ വോട്ടുകളെയാകെ കോൺഗ്രസ് സമർത്ഥമായി ഭിന്നിപ്പിച്ചപ്പോൾ, ഒവൈസിയുടെ പാർട്ടി അവിടെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരാൻ കഴിഞ്ഞു. ഡൽഹിയിലെ ഓരോ മണ്ഡലം പരിശോധിക്കുമ്പോഴും ബി ജെ പി ജയിച്ചു കയറിയ എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ടാക്കിയ മതനിരപേക്ഷ വോട്ടിലെ, ബി ജെ പി ഇതര വോട്ടിലെ ഭിന്നിപ്പാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും എതിർക്കാനുള്ള കാഴ്ചപ്പാടുപരമായ വീക്ഷണപരമായ അടിത്തറയും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ബി ജെ പിയേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് എതിർത്തത് ആപ്പിനെയാണ്. ആപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള UPA സർക്കാരിൻ്റെ വലിയ കുംഭകോണങ്ങൾ, അതിനെതിരായിട്ടുണ്ടായ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ, അണ്ണാഹസാര മൂവ്മെൻറ്റിൻ്റെ തുടർച്ചയിലുണ്ടായ പ്രസ്ഥാനമാണ്. കെജ്രിവാൾ എന്താണ് വളരെ മധ്യവർഗങ്ങളെയൊക്കെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന രാഷ്ട്രീയമായ സുതാര്യതയെ, ജനാധിപത്യത്തെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഡൽഹിയിലെ ഇടത്തരക്കാരെ സ്വാധീനിച്ച് അധികാരത്തിൽ വന്ന ആളാണ്. അദ്ദേഹത്തിന് അടിസ്ഥാന വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയും ദളിതുകളുടെയും ഒക്കെ പിന്തുണയുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കെജ്രിവാളിൻ്റെ ആപ്പ് പാർട്ടിയുടെ അടിത്തറയിൽ കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ടാണ് അവിടെ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. ആ വോട്ടുകളെ വലിയ രീതിയിൽ ഭിന്നിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇന്ത്യയിൽ ബി ജെ പിക്കെതിരായിട്ട് ഇന്ത്യ മുന്നണി വഴി വിശാലമായ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു പാർട്ടി ഡൽഹി സംസ്ഥാനത്ത് അത്യന്തം അപലപനീയമായ രീതിയിൽ ബി ജെ പിയെ സഹായിക്കുന്ന, ഫലത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ഇത് ഒരൊറ്റപ്പെട്ട പ്രശ്നമാണോ? അല്ല. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് റീജിയണൽ പാർട്ടികൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്
ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് സീറ്റ് കുറക്കാൻ കഴിഞ്ഞത്. പാർലമെന്റിൽ 303 സീറ്റ് ഉണ്ടായിരുന്നു 17ാം ലോകസഭയിൽ ബി.ജെ.പിക്ക്. എന്നാൽ 18ാം ലോകസഭയാകുമ്പോഴേക്കും ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ അവർ തോറ്റു. അതിൻ്റെ ഫലമായിട്ട് 303 സീറ്റ് ഉണ്ടായിരുന്ന ഒറ്റക്കക്ഷിക്ക് എന്ന നിലയ്ക്ക് ബി.ജെ.പിക്ക് 303 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 18ാം ലോകസഭയിൽ അവർക്ക് അത് 240 കുറയുന്ന അവസ്ഥയുണ്ടായി. അത് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിൻ്റെ ഫലമാണ്. പക്ഷെ കോൺഗ്രസ് അതിൽ നിന്ന് പാഠം പഠിച്ചോ? ഹരിയാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ഹരിയാനയിലെ ബി.ജെ.പിയുടെ സംസ്ഥാന ഗവൺമെൻറ്റിനായിട്ട് വലിയ ജനകീയ രോക്ഷം നിലനിൽക്കുകയാണ്, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ബി.ജെ.പി അവിടെ തോൽക്കേണ്ടതായിരുന്നു. പക്ഷേ ബി.ജെ.പി വിരുദ്ധമായ വോട്ടുകളെ, മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്ന സമീപനം ആപ്പിനെ പരിഗണിക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കകത്ത് അങ്ങേയറ്റ അസംതൃപ്തി ഉണ്ടാക്കി. ദയനീയമായി കോൺഗ്രസ് ഹരിയാനയിൽ തോറ്റു. ഇതേ നിലപാട് തന്നെ പിന്നീട് മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. അപ്പോൾ ഹരിയാന, മഹാരാഷ്ട്ര, ഇപ്പോൾ ഡൽഹി, ഇന്ത്യയിൽ ബി.ജെ.പിക്കെതിരായിട്ട് വിശാലമായ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമുണ്ടാക്കാൻ ബാധ്യതപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ നേതാവായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ ഇന്ത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകൾക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഡൽഹി തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടന്ന മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകളും എല്ലാം കാണിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ്സിന് അധികാരത്തിലപ്പുറത്ത് ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദു രാഷ്ട്ര അജണ്ടയോട് രാഷ്ട്രീയമായോ പ്രത്യയശാസ്ത്രപരമായോ കൃത്യമായ ഒരു നിലപാടില്ല. അവർ ബാബരി മസ്ജിദ് തൊട്ട് എല്ലാ വിഷയങ്ങളിലും ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്നവരും, ഹിന്ദുത്വ ശക്തികൾക്ക് രാജ്യത്തെ വർഗീയവൽക്കരിച്ച് സാമുദായിക ധ്രുവീകരണത്തിൻ്റെ തീരത്തേക്ക് ഈ മഹാരാജ്യത്തെ ജനസമൂഹങ്ങളെ ആകെ തള്ളിവിടാനുമുള്ള ബി.ജെ.പിയുടെ അജണ്ടയോടൊപ്പം നിൽക്കുന്നവരാണ് അവർ. ബാബരി മസ്ജിദ് തൊട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മളത് കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഹിന്ദുരാഷ്ട്രമുണ്ടാക്കാൻ സമയമായി എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കണം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വലിയ ഭീഷണിയാണ് എന്ന് യോഗേന്ദ്ര അനിതാ ശർമ്മ എന്നു പേരുള്ള മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് വനിതാ MLA പ്രസ്താവന ഇറക്കി. വലിയ ഭീഷണിയാണ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ഭാഗത്ത്. അതുകൊണ്ട് ഈ സമയം ഹിന്ദുക്കളെല്ലാം യോജിക്കണം, ഹിന്ദുരാഷ്ട്രമുണ്ടാക്കണം, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പാഠം പഠിപ്പിക്കണമെന്ന് അനിതാ യോഗേന്ദ്ര ശർമ്മ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് MLA പരസ്യ പ്രസ്താവന ഇറക്കിയിട്ടും അത് വിവാദപരമായി രാജ്യം ചർച്ച ചെയ്തിട്ടും എന്താ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്? അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്നാൽ വ്യക്തിപരമായ അഭിപ്രായം കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ലാതെ RSSൻ്റെ അഭിപ്രായം സ്വന്തം രാഷ്ട്രീയ അഭിപ്രായമായി പ്രകടിപ്പിച്ച അനിതാ യോഗേന്ദ്ര ശർമ്മയെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയോ? ഇല്ല, അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വ്യക്തിപരമായ അത്തരം അഭിപ്രായം സൂക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിലും വ്യക്തികൾക്ക് അവരുടെ വിശ്വാസമായി കൊണ്ടു നടക്കാം. ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവർക്ക് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ വിശാലമായ ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ ബി ടീമായിട്ട് കോൺഗ്രസ് അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് എല്ലാവിധത്തിലുള്ള ജനരോക്ഷത്തെയും അതിജീവിച്ച് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. ബി.ജെ.പി വിരുദ്ധ മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയാണ് ബി.ജെ.പി അവരുടെ രാഷ്ട്രീയ അജണ്ട തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അധികാരം പിടിച്ചെടുക്കുക എന്ന അജണ്ട ഇന്ത്യയിൽ കൗശലപൂർവ്വം നടപ്പാക്കുന്നത്. അതിനുള്ള ഒരു കരുവായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പലപ്പോഴും അധപ്പതിച്ചു പോകുന്നു എന്ന കാര്യമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പാഠമെന്ന നിലക്ക് ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ ശക്തികളുമായിട്ടുള്ള വിട്ടുവീഴ്ച നിലപാട്, പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുന്ന അഹന്താപൂർണമായ നിലപാട്, ഇതിനെയൊക്കെ കോൺഗ്രസിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ അതിശക്തമായി തുറന്നു കാണിക്കാനും എതിർക്കാനും മുന്നോട്ട് വരേണ്ട സമയമാണിത്. അല്ലെങ്കിൽ രാജ്യത്തെ
മതനിരപേക്ഷ കക്ഷികളെ ആകെ ഭിന്നിപ്പിച്ച് BJPക്ക് എളുപ്പം അവരുടെ ഭൂരിപക്ഷതാവാദം മെജോറിറ്റിനിസം ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് മതനിരപേക്ഷ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയ അജണ്ടക്കെതിരായി ചിന്തിക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സമീപനം കോൺഗ്രസ്സിന് അതിൻ്റെ തന്നെ വർഗ നിലപാടും നിക്ഷിപ്ത താല്പര്യങ്ങളും മൂലം കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിനെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ കാര്യത്തിൽ തുറന്നു കാണിക്കുക എന്നത് ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്.